ഇന്ന് നമുക്ക് നമ്മുടെ അമ്പുടിച്ചക്കന് ചോറ് കൊടുക്കാൻ പോയിട്ട് വന്നാലോ? അപ്പോൾ രാവിലെ തന്നെ വെളുപ്പിന് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ മുതലുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ചോര എത്തിയപ്പോൾ മുതലുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം രാവിലെ ആകെ ഹറിബറി തിരക്കായിരുന്നു. അപ്പോഴൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ചോര എത്തിയപ്പോൾ മുതലാണ് വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ ഇറങ്ങി ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചുരത്തിൻ്റെ അവിടെ എത്താനായിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല വ്യൂ ആയിരുന്നു. കുറച്ചും കൂടെ നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടിലും നല്ല രസമാകുമായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അവിടെ എത്തിയപ്പം. പക്ഷെ എന്നിട്ട് തന്നെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല രസമായിട്ട് ഒരു ഓറഞ്ച് കളറിലായിരുന്നു ആകാശമൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ ആദ്യമായിട്ട് തന്നെ ചുരത്തിൽ കൂടെ പോകുന്നത്. ഒന്നെങ്കിൽ നേരം വെളുത്തിട്ട് അല്ലെങ്കിൽ രാത്രിയായിട്ട്. ഈ ഒരു ടൈമിലാണ് കൂടുതലും പോയിട്ടുള്ളത്. കാരണം ഈ വെളുപ്പിനെ ഇതുവരെ പോവാത്തന്നെ ഈ ഒരു വ്യൂ ഒന്നും ഇതുവരെ ചുരത്തിൽ നിന്ന് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഈ വട്ടം പോയപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഫോണിലൂടെ കാണുമ്പം ഈ വ്യൂ ഒക്കെ എത്ര ആസ്വദിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ആകാശം ഒരു മഞ്ഞയും ഓറഞ്ചും ചുമപ്പും നീലയും വെള്ളയൊക്കെ കളർന്ന് മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറായിട്ട് നല്ലൊരു കാണാൻ നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഇടയിൽ മലനിരകളുടെ ഇടയിൽ കൂടെ മഞ്ഞും പിന്നെ താഴത്തെ കെട്ടുകൾ വ്യൂ ഒക്കെ കൂടെ കൂടിയിട്ട് നല്ലൊരു ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അത് എത്രത്തോളം ഈ ഫോണിലൂടെ കാണുമ്പം എത്ര ഭംഗി തോന്നുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം രാവിലെ തന്നെ ചായയൊന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല, ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ചുരത്തിൽ കൂടെ പോകുമ്പം സൈഡിൽ തട്ടുകടകൾ ഇഷ്ടം പോലെ ഉണ്ടാവുമല്ലോ. അപ്പം അവിടെ ഇറങ്ങി എല്ലാവരും ഓരോ ഗ്ലാസ് ചായയൊക്കെ കുടിച്ചു. അവിടെ നിന്ന് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പം വ്യൂ ഒക്കെ ആസ്വദിച്ച് എല്ലാവരും ഓരോ ഗ്ലാസ് ചായയും പഴംപൊരിയൊക്കെ പാസ്സാക്കി ഞങ്ങളുടെ യാത്ര ഞങ്ങൾ പിന്നെയും തുടർന്നു. പിന്നെ ഞങ്ങൾ പോയത് പോളിയോ കൊടുക്കുന്ന ദിവസം ഉണ്ടായിരുന്നില്ല, അന്നായിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പം പോണ വഴിക്ക് ഇവന് എവിടെയെങ്കിലും പോളിയോ കൊടുക്കണമായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് എവിടെയെങ്കിലും ഒരു അംഗനവാടിയിൽ നിർത്തി അവിടെ നിന്ന് കണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പോളിയോ കൊടുക്കുന്ന ടൈം ആയപ്പോൾ ഞങ്ങൾ അവിടെ പിന്നെ ഒരു അംഗനവാടിയിൽ ഇറങ്ങി അമ്പുടുവൻ അവിടെ നിന്ന് പോളിയോ കൊടുത്തിരുന്നു കേട്ടോ. അവൻ അവിടെ നിന്ന് പോളിയോ കൊടുത്തപ്പോൾ കരയുന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അവൻ ഉഷാറായിട്ട് അത് മേടിച്ച് കഴിച്ച് പോന്നിട്ട്. അവിടെ വേറെ 2-3 കുട്ടികൾക്ക് പോളിയോ കൊടുക്കുന്നുണ്ടായിരുന്നു. വേറെ 2-3 കുട്ടികളുണ്ടായിരുന്നു. വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. നമ്മുടെ കുടുംബക്ഷേത്രം വരുന്നത് കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര എന്ന് പറഞ്ഞ സ്ഥലത്താട്ടോ. കാണാൻ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. വയലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞൊരു ഗ്രാമപ്രദേശം, ഗ്രാമീണ ഭംഗിയൊക്കെ ഉള്ള ഒരു കുഞ്ഞു ഗ്രാമപ്രദേശം കേട്ടോ. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരിക്കുന്നു ഗായ്സ്. ഇതാണ് കുടുംബക്ഷേത്രം. പിന്നെ അവർ പറഞ്ഞതിലും കുറച്ച് നേരത്തെ നമ്മൾ എത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു പുഴയുണ്ട്, വലിയൊരു പുഴ. കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എന്തായാലും സമയമുണ്ടല്ലോ നമുക്കെന്നാന്ന് പുഴയിലൊക്കെ പോയിട്ട് നോക്കിയിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോകണം. പിന്നെ അരുണേട്ടനും അവരാരും വന്നിട്ടുണ്ടായില്ല. അരുണേട്ടൻ ഷോപ്പിൽ നിന്ന് നേരിട്ട് അമ്പലത്തിലേക്ക് വരിക ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവരാരും വന്നിട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവരെയും കൂടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവർ വരുന്നവരെ നമുക്ക് അവിടെ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടെ പുഴ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ്. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി കുറച്ച് നേരം പുഴയിലൊക്കെ നോക്കി നിന്ന് അവിടുന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ നോക്കി ഞങ്ങൾ പിന്നെ തിരിച്ചു പോകുന്നു. തിരിച്ച് അമ്പലത്തിലെത്തിയപ്പോഴത്തേക്ക് അരുണേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അരുണേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് അരുണേട്ടൻ്റെ ഫ്രണ്ട് അഭിഷേക്. ഇവർ ചങ്കുമാണ്. അപ്പോൾ ഇവർക്ക് പിന്നെ പുഴ കാണാൻ പോകണമെന്ന് പറഞ്ഞപ്പം ഞാനും അവരോടൊപ്പം പോയി. പുഴേൻ്റെ അവിടേക്ക് ഇറങ്ങി പോകുന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയാട്ടോ. സ്റ്റെപ്പും കാര്യങ്ങളും അതിനിടെ ഇറങ്ങി അവിടെ ചെന്നാലും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഫോൺ ഞാൻ അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഞാനും അവരുടെ അടുത്തേക്ക് പോയി നിന്ന് അവിടെ ഇങ്ങനെ നിന്ന് പുഴയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ നല്ല രസമാണ്. നല്ല ഭംഗിയാണ്. അങ്ങോട്ട് ദൂരേക്ക് നോക്കി ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഫുള്ളിങ്ങനെ ചള്ളി പോലെ കിടക്കുകയാണ്. അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റുമെന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല. ഫുൾ ചളി ഇങ്ങനെ കെട്ടി അടിഞ്ഞടിഞ്ഞ് കിടക്കണ പോലെ ഉണ്ടായിരുന്നു കേട്ടോ.
പിന്നെ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ സൈഡിലായിട്ട് കുറച്ച് ആമ്പലുകളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അരുണേട്ടനെ വിളിച്ചത് കാണിച്ചു കൊടുക്കുന്നത് അവിടെ ആമ്പലൊക്കെ ഉണ്ട് തോന്നുന്നു. അത് നോക്കാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്ന് നിന്ന്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ തോണിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തോണിയിലൊക്കെ പോയിരുന്നു. ഈ വട്ടം പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. തോണിയിലൊന്നും കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നോക്കി നിന്നപ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ദൂരേന്ന് ഒരാൾ വരുന്നത്. എന്താ അവിടുത്തെ ആൾക്കാരുടെ ഉപയോഗിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞു ബോട്ട്. അതിൻ്റെ അപ്പുറത്ത് കുറച്ച് ഒരു മണൽ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇപ്പുറത്ത് കൂടി ബോട്ടിങ്ങിന് പോകുമ്പോൾ നല്ല തിരിയടിച്ച് ഇങ്ങനെ വരും. നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ വന്നപ്പോൾ ഈ കാഴ്ചകളൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ വന്നപ്പോൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ രണ്ടാവട്ടം വന്നുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം കൂടെ കാണാൻ പറ്റി. ഇതേപോലെ സൈഡിലൊരു തോണിയൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. തിരകൾ വന്നപ്പോൾ അതിനകത്ത് ഇങ്ങനെ ആടി വിളയുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. തിരിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ചടങ്ങുകളൊക്കെ തുടങ്ങി. പിന്നെ ഇത് ഇവൻ്റെ ആദ്യത്തെ ചോറൂണല്ല കേട്ടോ. ആദ്യത്തെ ചോറൂണ് 6-ാം മാസത്തിൽ പറശ്ശിനിക്കട വെച്ച് കൊടുത്തിരുന്നു. ഇത് കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാമെന്ന് നേർന്നിട്ടുണ്ടായിരുന്നു, നേർച്ചയുണ്ടായിരുന്നു. അപ്പം അത് ചെയ്യാൻ വേണ്ടി വന്നത് കേട്ടോ. പിന്നെ അവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ അടുത്ത് നമുക്ക് അറിയുന്ന കുറച്ച് പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത ചേട്ടൻ നമ്മൾ അങ്ങോട്ട് ചായ കുടിക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടേക്ക് പോയി ചായ കുടിച്ച് അമ്പടൂന് കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്ത് നമ്മൾ പിന്നെ അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി കേട്ടോ. നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ്. ഇവിടുന്ന് എൻ്റെ വീട്ടിലേക്ക് അധികം ദൂരമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ അടുത്ത് തന്നെ അരീക്കോടാണല്ലോ. അപ്പോൾ അവിടെ അടുത്ത് തന്നെയായിരുന്നു. തൊട്ടടുത്തല്ല, കുറച്ച് ദൂരമുണ്ട്. എന്നാലും നമുക്ക് പോയിട്ട് വരാൻ പറ്റുന്ന ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം പിന്നെ മമ്മി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ കുറച്ച് തേങ്ങയും വേറെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും വണ്ടിയും കൊണ്ടാണല്ലോ പോകുന്നത്. ബസ്സിന് പോകുമ്പോൾ എന്തായാലും അതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ അതും കൂടി എടുത്തുകൊണ്ട് വരാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്ക് താമസിച്ചിരുന്നു കേട്ടോ. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള രീതിയിൽ എത്താൻ വിചാരിച്ചിട്ട് നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായിരുന്നു. കാരണം അവിടുന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല താമസിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടുന്ന് ഇറങ്ങി ഇവിടെ എത്തിയപ്പോഴത്തേക്കും വൈകുന്നേരമായിരുന്നു. എല്ലാവരും നല്ല ക്ഷീണിച്ച് കുഴങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ എത്തിയപ്പോഴത്തേക്കും മമ്മിയും പപ്പയും അവരെല്ലാവരും അവിടെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നെയ്ച്ചോറും കോഴിയും ബീഫും സർലാസും അച്ചാറും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ടൈം അത്ര ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് പോകുന്നതിന് ഫുഡൊക്കെ കഴിച്ച് മമ്മിക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ചക്കയും മാങ്ങയും കാന്താരി മുളകും ചെടിയും അവിടെ നിന്ന് അങ്ങനെ പറക്കാൻ പറ്റണ എല്ലാം പറക്കി നമ്മൾ വണ്ടിയിലിട്ടിട്ട് നമ്മൾ പോകുന്നു കേട്ടോ. എല്ലാ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ ഞാൻ കാന്താരി മുളകും പുളിയും തേങ്ങ പിന്നെ ബസ്സിലേറ്റ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ടാണ്. അല്ലാണ്ട് എനിക്ക് ബസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ. തേങ്ങ മാത്രം നമ്മളങ്ങനെ ബസ്സിലേറ്റ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഇതേപോലെ വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് കൊണ്ടുപോകാൻ സുഖമാണല്ലോ. ഇവിടുത്തെ അച്ഛന് കാന്താരി മുളക് ഭയങ്കര ഇഷ്ടമായി. ഇവിടെയാണെങ്കിൽ നമുക്ക് അങ്ങനെ കാന്താരി മുളക് കിട്ടാനുമില്ല. അപ്പോൾ കാന്താരി മുളക് കൊണ്ടുവന്ന് ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ട് അത് നല്ലോണം കഴിക്കും. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യം പോയിട്ട് വരുമ്പോൾ കാന്താരി മുളക് ഉള്ളപ്പോൾ ഒക്കെ എല്ലാം ഞാൻ കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അവിടുന്ന് കുറച്ചും കൂടി നമ്മൾ അവിടെ തീരെ സമയം കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും കുറേ താമസിച്ചിരുന്നു. തീരെ നമ്മൾ കോഴിക്കോട് നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ നല്ല ടൈം പോയായിരുന്നു. പിന്നെ ഇവിടെ എത്തിയപ്പോഴേക്കും 4 മണിയായി. പിന്നെ നമുക്ക് തിരിച്ച് റിട്ടേൺ വയനാട്ടിലെത്തണ്ടേ. അത് കാരണം തന്നെ നമുക്ക് തീരെ ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പോവലും വരലും എല്ലാം പെട്ടെന്നായിരുന്നു. ഞങ്ങൾ ചുരത്തിലെത്തിയത്തേക്ക് നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു, നല്ല രാത്രി ആയിട്ടുണ്ടായിരുന്നു. കൂടാതെ ചുരം നല്ല ബ്ലോക്കായിരുന്നു. നല്ല ബ്ലോക്ക് എന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അങ്ങോട്ട് ഞാൻ പ്രത്യേകിച്ച് വീഡിയോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഓരോ തിരക്കിൽ വിട്ടുപോയി. പിന്നെ യാത്രയായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡ് മേടിച്ചുകൊണ്ട് പോയി, പാഴ്സൽ മേടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തത്. പാഴ്സൽ മേടിച്ചുകൊണ്ട് പോയിട്ട് വീട്ടിൽ പോയിരുന്ന് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഒരു ബിസി ഡേ ആയിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ
ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും എന്നെ സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.